ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി രുചിയുള്ള ഒരു ഡെസേർട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. ഇഫ്താറിനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ കുട്ടികൾക്ക് വലിയ ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞു വെക്കണം. അതിനുശേഷം ഇതേ വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ അങ്ങനെയും അരിയാം. പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1/4 ടീസ്പൂൺ നെയ്യൊഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇതിൽ വറുത്ത് വെക്കണം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് അത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി മാറുമ്പോൾ നമുക്കൊപ്പം മുന്തിരിയും കൂടി ചേർക്കാം. മുന്തിരിയും നല്ലപോലെ ഒന്ന് വീർത്ത് അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതേ പാനിലുള്ള നെയ്യിൽ തന്നെ നമുക്ക് ഈ നേന്ത്രപ്പഴം കൂടി വറുത്തെടുക്കണം. അത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. നല്ലപോലെ ഒന്ന് വഴറ്റി വെന്ത് കിട്ടുമ്പോൾ നമുക്കും അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒപ്പം തന്നെ നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കണം. അതിനുവേണ്ടി പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിന് ഒരു മിക്സും കൂടി റെഡിയാക്കാനുണ്ട്. ഈ പാലിലേക്ക് നമ്മൾ ഈ മിക്സ് ചേർക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒപ്പം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒന്ന് കലക്കി അതിൻ്റെ കട്ടകളൊക്കെ മാറ്റി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ചേർക്കണം. പാലും തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൈവിടാതെ ഒന്ന് ഇളക്കുക. കാരണം ഇത് പെട്ടെന്ന് കുറുകി കിട്ടണം. അപ്പോൾ ഈ കോൺഫ്ലവർ ഒന്ന് വെന്ത് വരുന്ന സമയം നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കുറുക്ക് പോലെ പരുവത്തിലാക്കണം. നിങ്ങൾക്ക് വെള്ളം കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലാക്കാം. ഒപ്പം തന്നെ ഞാൻ അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്താൽ നമ്മളുടെ സൂപ്പർ ഡെലിഷ്യസ് ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. കണ്ടോ എന്ത് ടേസ്റ്റാണെന്നോ കഴിക്കാൻ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം, നമുക്ക് ചൂടോട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കമൻറ്റ് ഇതിൻ്റെ അടിയിൽ വന്ന് പറയണം. ഒപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ ഡെസേർട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം. എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കുട്ടികൾക്ക് വലിയ ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും. താങ്ക് യു.